ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ചൈനയിലും ജപ്പാനിലൊക്കെ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനയിലെ ലൂണാർ ഹോളിഡേ പ്രമാണിച്ച് നാളെ മുതൽ ഒരാഴ്ച ചൈനീസ് മാർക്കറ്റിന് അവധിയാണ്. ഇന്ന് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. ചൈനയിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. ജനുവരി മാസത്തെ വീണ്ടും ബിലോ എക്സ്പെക്റ്റേഷൻ ആണ്. കഴിഞ്ഞ 4 മാസമായിട്ടുള്ള CPI നോക്കുകയാണെങ്കിൽ -0.8% ആണ്. അതായത് കഴിഞ്ഞ 4 മാസമായിട്ട് ചൈനയിൽ ഡിഫ്ലേഷനാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസ് തന്നെയാണ് ചൈനയിൽ എക്കണോമിക് സിറ്റുവേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ചൈനീസ് ഗവൺമെൻറ് റെഗുലേറ്റേഴ്സിനെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം മെഷേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റോക്ക് മാർക്കറ്റ് റിക്കവറിക്ക് വേണ്ടി. അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ചൈനീസ് മാർക്കറ്റ് ബെറ്റർ തന്നെയാണ്. ഇനി ലൂണാർ ഹോളിഡേക്ക് ശേഷമാണ് ചൈനീസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഇന്നലെ ബെറ്റർ ക്ലോസിങ് തന്നെയാണ്. ഡൗ ജോൺസ് ഇന്നലെ 156 പോയിൻറ്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം S&P 500 പുതിയ ഓൾ ടൈം ഹൈ റെക്കോർഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. S&P 500 4999.89 ഓൾ ടൈം ഹൈ വന്നിരുന്നു. 4995.06 ക്ലോസ് ചെയ്തിട്ടുള്ളത്. നാസ്ഡാക്കും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് മാത്രമാണ് മൈനസിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 12.83 നില ക്ലോസ് ചെയ്തത്. മിനിഞ്ഞാന്നത് 13.06 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നതും പോസിറ്റീവ് ട്രെൻഡിനെ തന്നെയാണ്. യൂറോപ്യൻ മാർക്കറ്റുകൾ നില മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. $251.7 പെർ ഔൺസിനാണ്. ഇന്ന് മോർണിംഗിലും അതേ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്ത് $79.38 പെർ ബാരലിനാണ്. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് സ്ലൈറ്റ്ലി വീക്ക് ആയിരുന്നു ഇന്നലെ, പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷനാണ് 10 മണിക്ക്. സ്റ്റാറ്റസ് കോ ആണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റേറ്റ് കട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ കണ്ടേക്കാം. പക്ഷേ എല്ലാവരും സ്റ്റാറ്റസ് കോ 6.5 റെപ്പോ റേറ്റ് റീറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ധാരാളം Q3 റിസൾട്ടുകൾ എക്സലൻറ്റ് റിസൾട്ടുകൾ ഇന്നലെ കാഴ്ചവെച്ചിരുന്നു. ലുപ്പിൻ എക്സലൻറ്റ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെൻഡ് എക്സലൻറ്റ് റിസൾട്ടായിരുന്നു. അപ്പോളോ ടയർ എക്സലൻറ്റ് റിസൾട്ടായിരുന്നു. പിക്കാഡിലി അഗ്രോ ഇൻഡസ്ട്രീസ് എക്സലൻറ്റ് റിസൾട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നിട്ടുള്ള റിസൾട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ പൊതുവെ ഒരു പോസിറ്റീവ് ട്രെൻഡാണ്. ട്രെൻഡിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്നലെ 20% അപ്പോഴും മൊമെൻ്റാണ് നമ്മൾ റിസൾട്ടിന് ശേഷം കണ്ടിട്ടുള്ളത്. ലുപ്പിനും അത്തരത്തിലുള്ള നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ന് മോർണിംഗിൽ ട്രേഡിംഗ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഹ്യൂജ് റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയാണ് ലുപ്പിലും കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ 1100 കോടി രൂപയുടെ ഓർഡർ സോളാർ എനർജിക്ക് വേണ്ടി SJVN കിട്ടിയിട്ടുണ്ട്. SJVN കണ്ടിന്യൂസ് ആയിട്ട് റിന്യൂവബിൾ എനർജി രംഗത്ത് ഓർഡേഴ്സ് ബാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PSU കമ്പനിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസിൻ്റെ സബ്സിഡിയറി 6000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇലക്ട്രിക് വെഹിക്കിൾ റിലേറ്റഡ് ബാറ്ററി മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. എക്സ്പോർട്ടിനും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് യൂസിനും വേണ്ടിയാണ്. അടുത്ത 4-5 വർഷത്തേക്കാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് ഗുജറാത്ത് ഫ്ലോറോ കെമിക്കലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. കൈനറ്റിക് ലൂണ, നമ്മൾ പണ്ടത്തെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു മോപ്പഡായിരുന്നു ലൂണ വീണ്ടും കൈനറ്റിക് എഞ്ചിനീയറിംഗ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 69,999 രൂപയാണ്. 2 കിലോവാട്ട് ലിഥിയം അയൺ ബാറ്ററിയാണ്. 110 കിലോമീറ്റർ ആണ് ഒരൊറ്റ സിംഗിൾ ചാർജർ. ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൈനറ്റിക് എഞ്ചിനീയറിംഗ് ഷെയർസിന് ഉണ്ടാക്കാവുന്ന ന്യൂസാണ്. കാരണം ഈ മോപ്പഡ് ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ വളരെ പോപ്പുലറായിരുന്നു. ഇനി EV ആവുമ്പോൾ തീർച്ചയായിട്ടും ഇത് പോപ്പുലാരിറ്റി കൂട്ടുന്നതാണ് എക്സ്പെക്റ്റേഷൻ. സെസ്കും ഐനോക്സ് വിൻഡ് എനർജി ടൈപ്പ് വന്നിട്ടുണ്ട്. 1500 മെഗാവാട്ട് വിൻഡ് ടർബൈനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വിൻഡ് എനർജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. അടുത്ത 3-4 വർഷത്തേക്കുള്ള ഒരു ഓർഡറാണ്. TRF ലിമിറ്റഡ് ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണ്. ടാറ്റ സ്റ്റീലായിട്ട് മെർജ് ചെയ്യാനുള്ള പ്രപ്പോസൽ ഉണ്ടായിരുന്നു. പ്രപ്പോസൽ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. TRFൻ്റെ പെർഫോമൻസ് ബെറ്ററാണ്. വിഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഡ്രോണാചാര്യ എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺസ് ആണ് എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. ONGC NTPC JV വന്നിരിക്കുന്നത്
ചെയ്തിരിക്കുകയാണ്. ഓഫ് ഷോർ വിൻഡ് പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. INGCനെ സംബന്ധിച്ച് NTPCനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഒപ്പം NTPC 14 ഗിഗാവാട്ട് പമ്പ്ഡ് സ്റ്റോറേജ് പ്രൊജക്റ്റിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഓൾറെഡി തമിഴ്നാടായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. കനറ ബാങ്ക് ഫെബ്രുവരിയിൽ 26 സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യാൻ പോവാണ്. Q3 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. പോസിറ്റീവാണ്. അപ്പോളോ ടയർ എക്സലൻറ്റ് റിസൾട്ട് ആണെന്നതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള Q3. യൂറോപ്പിലത്തെ ടേൺ അറൗണ്ട് ആണ്. യൂറോപ്പിലത്തെ പ്രോഫിറ്റബിലിറ്റി കൂടിയിരിക്കുകയാണ്. അപ്പോളോ ടയറിന് പോസിറ്റീവ് ന്യൂസാണ്. ഈ സ്റ്റോക്ക് വീണ്ടും മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. വെൽസ്പൺ എൻ്റർപ്രൈസ് നമ്മുടെ ഒരു പിക്കായിരുന്നു. ഡബിൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ റെക്കമെൻഡ് പ്രൈസിന് ശേഷം. ഇപ്പോൾ വീണ്ടും 2000 മില്യൺ ലിറ്റർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനുള്ള ഓർഡർ കിട്ടിയത് BMC മുംബൈയിൽ നിന്നാണ്. 4128 കോടി രൂപയുടെ ഓർഡറാണ്. വെൽസ്പൺ എൻ്റർപ്രൈസ് വീണ്ടും വലിയ രീതിയിൽ മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. പവർ ഗ്രിഡിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. ബെറ്റർ റിസൾട്ട് തന്നെയാണ്. 4 രൂപ പെർ ഷെയർ ഇൻ്ററിൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. L&Tക്ക് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റ് ആയിട്ട് ധാരാളം ലാർജ് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. L&Tനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഫിനാൻസ് മിനിസ്ട്രി ഓഫീഷ്യൽ പറഞ്ഞിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഇൻഷുറൻസ് റിഫോംസ് ആണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. ഒരുപക്ഷെ അടുത്ത ബഡ്ജറ്റിൽ വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നുള്ള ഇൻഡിക്കേഷനാണ്. പൊതുവെ HDFC ലൈഫ് അതുപോലെ തന്നെ SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അഡാനി പോർട്ട് ആദ്യമായിട്ട് ഈസ്റ്റ് ആഫ്രിക്കയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. താൻസാനിയയിലെ ഏറ്റവും വലിയ പോർട്ട് ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടിയിരിക്കുന്ന പോസിറ്റീവ് ന്യൂസാണ്. ഇൻ്റലക്റ്റ് ഡിസൈൻ അരീനയുടെ സബ്സിഡിയറിക്ക് വക്കീഫ് ബാങ്ക് ഇൻ്റർനാഷണൽ AG ഓസ്ട്രിയയിലത്തെ ബാങ്കാണ് ഡിജിറ്റൽ ലെൻഡിങ്ങിലുള്ള ഓർഡർ കിട്ടിയിരിക്കുന്ന ഇൻ്റലക്റ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഓൾറെഡി ന്യൂസിൻ്റെ പുറത്തിൽ ഇന്നലെ കയറിയിരുന്നു. പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ്. അതുപോലത്തെ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ ആരംഭിക്കാൻ പോവുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, UP സ്റ്റേറ്റുകളിലൊക്കെയാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റും ഫുഡ് വേസ്റ്റും ഒക്കെയാണ് മേജറായിട്ട് ഈ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. മണപ്പുറം ഫിനാൻസിൻ്റെയും റെലിഗെയറിൻ്റെ ഒക്കെ റിസൾട്ടുകൾ എക്സ്പെക്ട് ചെയ്തേക്കാളും ബെറ്റർ ആയിരുന്നു. ഈ സ്റ്റോക്കുകൾ പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ആണ്. ഇന്ന് ധാരാളം റിസൾട്ടുകളുണ്ട്. സൊമാറ്റോ ഉണ്ട്, ഗ്രാസിം ഉണ്ട്, LIC ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് നമ്മുടെ ഒരു സ്ട്രോങ് പിക്കാണ്. ഈസാഫ് ബാങ്കിൻ്റെ റിസൾട്ടൊക്കെ ഉണ്ട്. ഈസാഫ് ബാങ്ക് ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിലാണ്. തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് ഔട്ട് ആണെന്നല്ല കണ്ടിട്ടുള്ളത്. വീണ്ടും നല്ല രീതിയിൽ മുന്നേറാം. അടുത്തൊരു 100 ദിവസത്തിനുള്ളിൽ 100 രൂപ റേഞ്ചിലേക്ക് ഉയരാൻ സാധ്യതയുള്ള ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ള ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. അപ്പോൾ മാർക്കറ്റിൽ പോസിറ്റീവ് മൊമെൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സൊമാറ്റോ റിസൾട്ട് വളരെ കീൻലി വാച്ചഡാണ്. കാരണം പ്രോഫിറ്റബിലിറ്റി കൂടാണെങ്കിൽ സൊമാറ്റോയിൽ വീണ്ടും മുന്നേറ്റം കാണാൻ. ടോറൻറ്റ് പവറുണ്ട്, LIC ഉണ്ട്, ഗ്രാസിം ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യാം. നല്ല അപ്വേർഡ് മൊമെൻറ്റത്തിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.